ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ദി കിസ്സിങ് ഹാൻഡ് ഈ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, പാഠഭാഗത്തിൻ്റെ മലയാളത്തിലുള്ള അർത്ഥത്തിൻ്റെ വീഡിയോ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ്? ഗെസ്സിങ് ഗെയിം. ഗെസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ഊഹം പറയുക. ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. ചില വേർഡ്സ് ആ യൂണിറ്റിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് നിങ്ങളോടത് ആക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ കണ്ടോ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ് ചെസ്റ്റർ. ഇപ്പോൾ ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ചെസ്റ്റർ ഡാൻസ് ചെയ്യാണെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഹാപ്പി നിങ്ങൾക്ക് എഴുതാൻ വേണമെങ്കിൽ പിന്നെന്താണ്? ഡാൻസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സാഡാണ് ചെസ്റ്റർ അല്ലേ? സാഡാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സൊക്കെ തിരഞ്ഞെടുത്തിട്ട് അത് ആക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗെസ് ദ വേർഡ് ദേ വിൽ ബി ദ വിന്നേഴ്സ്. ഫ്രണ്ട്സിന് ആ വേർഡ് ഗെസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ വിന്നേഴ്സ് ആയിരിക്കും. ഇഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ് യു വിൽ ബി ദ വിന്നർ. അതോ ഫ്രണ്ട്സിന് ആ വേർഡ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളായിരിക്കും ജയിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദി സ്റ്റോറി, ഹാവിൻ യു? നിങ്ങൾ ആ കഥ മുഴുവൻ വായിച്ചില്ലേ? ഇൻ ദ സ്റ്റോറി ചെസ്റ്റർ റക്കൂൺ എക്സ്പീരിയൻസസ് ഡിഫറെൻറ്റ് ഫീലിങ്സ്. ആ ഒരു കഥയിൽ ചെസ്റ്റർ റക്കൂണിന് പല ഫീലിങ്സും വരുന്നുണ്ട് അല്ലേ? അവൻ സന്തോഷവാനാവുന്നുണ്ട്, അവന് സങ്കടം വരുന്നുണ്ട്, അവൻ്റെ അമ്മയുടെ അടുത്ത് നല്ലോണം സ്നേഹം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ പല ഫീലിങ്സും നമുക്ക് ഈ ഒരു കഥയിൽ കാണാൻ സാധിക്കും. സം ഓഫ് ഹിസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ ഇൻ കോളം എ. അതിൽ ചില ഫീലിങ്സ് ഇവിടെ കോളം എയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ഏതിനോട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്? കോളം ബിയു ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ചെസ്റ്ററിൻ്റെ ഫീലിങ്സ് ആണ് ആദ്യത്തെ ഈ റോല് കൊടുത്തിട്ടുള്ളത്. ഇവിടെയോ ഇമോജി, നമ്മുടെ ഫോണിലൊക്കെ കണ്ടിട്ടില്ലേ ഇമോജി? ഇതിനെയാണ് ഇമോജി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വായിച്ച് നോക്കാം. ആദ്യത്തെ എന്താ? വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ്. ചെസ്റ്ററിന് പുതിയ കൂട്ടുകാരെ കിട്ടിയപ്പോൾ ചെസ്റ്റർ എങ്ങനെയായിരിക്കും? ചെസ്റ്റർ ഹാപ്പി ആയിരിക്കും അല്ലേ? സന്തോഷവാനായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാച്ച് ചെയ്യാം. ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. പേടി തോന്നുന്നുണ്ട് അവന് അല്ലേ? അപ്പോൾ ഫിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു മുഖമാണ് അല്ലേ? ഒരു പേടി പോലെ തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇത് കൊടുക്കാൻ വേണമെങ്കിൽ വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ. അമ്മ എന്താണ്? അമ്മ അവനെ കമ്പൽ ചെയ്യാണ്, എന്തായാലും നീ സ്കൂളിലേക്ക് പോകണമെന്ന് അവനോട് പറയുകയാണ്. അപ്പോൾ അതിന് ഏതാണ്? ഇതാണ്. അവന് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? അവന് ഇഷ്ടമില്ല, അവന് സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പിന്നെ വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്. അമ്മയുടെ ഉമ്മ കിട്ടുമ്പോഴോ അവന് വളരെയധികം സ്നേഹമാണ് തോന്നുന്നത്, ലവ് ആണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ മാച്ച് ചെയ്യാം. ഇനി ആക്ടിവിറ്റി 3 ക്രിയേറ്റ് ആർട്ട് ഗാലറി. നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു വർക്കാണ്. ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദി കിസ്സിങ് ഹാൻഡ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. നിങ്ങളുടെ കൈ അങ്ങനെ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് നിങ്ങളുടെ വിരലുകളൊക്കെ ഇങ്ങനെ ട്രേസ് ചെയ്യാനാണ് പറയുന്നത്. ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഫോർ യുവർ ബിലോവ്ഡ് വൺസ് അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർക്കാണോ അവർക്കൊരു കാർഡ് പോലെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഇംപ്രിൻ്റ് ഉപയോഗിക്കാം. ആ കൈയിൻ്റെ ആ ഒരു കൈ വെച്ചിട്ടുള്ള ആ പേപ്പർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കളർ ഓർ പെയിൻറ്റ് ദം ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. നിങ്ങൾക്ക് കളർ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതുപോലെയും ചെയ്യാം. കണ്ടോ, കയ്യിൽ ഇങ്ങനെ കളർ മുക്കിയിട്ട് കണ്ടോ, പല ഡ്രോയിങ്സ് പോലെയൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ പല കളറുകളിൽ കൈ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. പല കളറുകളിൽ കൈയൊക്കെ മുക്കിയിട്ട് ഒരു ട്രീ പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊരു ഹാർട്ട് ഷേപ്പായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പല ഐഡിയാസ് ഉണ്ടാവും അല്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഏതെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആക്ടിവിറ്റി 4 ആണ്. 4ാമത്തെ ആക്ടിവിറ്റിയാണ്. സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് വേ. ഇവിടെ നമ്മുടെ സ്റ്റോറിയിൽ നടന്ന പല കാര്യങ്ങളും അല്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ശരിയായ ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്. അതായത് കഥയുടെ ആദ്യം വരേണ്ട ലൈൻ ആയിരിക്കില്ല ആദ്യം കൊടുത്തിട്ടുണ്ടാവുക. ആദ്യം വരേണ്ട ലൈൻ ചിലപ്പോൾ ഇടയിലാവും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ജംബിൾഡ് വേ എന്ന് പറയുന്നത്. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് എന്താണ് ഈ താഴെ കൊടുത്ത കള്ളി ഉണ്ടല്ലോ അതിലേക്ക് എഴുതാനാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. മിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. അമ്മ പറയുന്നുണ്ട് ഞാൻ നിനക്ക് വലിയൊരു സീക്രട്ട് പറഞ്ഞു തരാമെന്ന്. അതാണോ കഥയിൽ ആദ്യം നടന്നത്? അല്ല.
ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. അതുമല്ല, അമ്മയുടെ കൈയെടുത്ത് ഉമ്മ വയ്ക്കുന്ന ആ ഭാഗമല്ല. ചെസ്റ്റർ ടോൾ ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അല്ലേ, ചെസ്റ്റർ പറയുന്നുണ്ട് എനിക്ക് അമ്മയെ സ്കൂളിലേക്ക് പോകാൻ ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ താഴേക്ക് എഴുതേണ്ട പോയിന്റ് ഏതാണ്? ഇതാണ്. ഈ ലൈൻ ഇത് നോക്കിയിട്ട് താഴേക്ക് എഴുതുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഏതാണ്? രണ്ടാമത്തെ പോയിന്റ് ഇതിൽ വരേണ്ടത് മിസ് റെക്കൂൺ സെഡ് ദാറ്റ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. രണ്ടാമത്തെ ലൈന് നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. താഴേക്ക് എടുത്ത് എഴുതുക. രണ്ടാമത്തെ ലൈനായിട്ട് മിസ് റെക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. ഇനി മൂന്നാമത്തേത് ഏതാ വരേണ്ടത് ഇതാണ്. എന്താണെന്ന് വായിച്ചു നോക്കിയേ. മിസ് റെക്കൂൺ കിസ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അമ്മ റെക്കൂൺ ആ ചെസ്റ്ററിൻ്റെ കൈയെടുത്തിട്ട് ആ കൈപ്പത്തിയിൽ ഒത്ത നടുവിൽ ഉമ്മ വയ്ക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ വരേണ്ടത്. നാലാമത്തെ ഏതാ വരേണ്ടത്? ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? അമ്മയുടെ കൈയെടുത്തിട്ട് ആ കയ്യിൽ മെല്ലെ ഉമ്മ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നാലാമത്തെ പോയിൻ്റായിട്ട് വരേണ്ടത്. ഇനി അവസാനത്തെ പോയിൻ്റായിട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ചെസ്റ്റർ ഡാൻസ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. അഞ്ചാമത്തെ പോയിൻ്റ് ഇതാണ്. ചെസ്റ്റർ ഡാൻസ് ചെയ്തുകൊണ്ട് അവൻ്റെ സ്കൂളിലേക്ക് പോയി. അമ്മ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ 1, 2, 3, 4, 5 കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 1, 2, 3, 4, 5 കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ താഴേക്ക് ഈ ഒരു കോളം ഫില്ല് ചെയ്യാം. ഓക്കെ, ആക്ടിവിറ്റി 5 ആണ്. ചെസ്റ്റർ റെക്കൂൺ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ റെക്കൂണിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല അല്ലേ. ഹിസ് മദർ കമ്പൽസ് ഹിം. പക്ഷെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? അമ്മ പോവാൻ നിർബന്ധിക്കുന്നുണ്ട്. കമ്പൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ദി കോൺവെർസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. അപ്പോൾ അമ്മ റെക്കൂണും ബേബി റെക്കൂണും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് ഇവിടെ നടക്കുന്നത്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ സംഭാഷണം എന്നാണ് അർത്ഥം. അവർ തമ്മിലുള്ള ആ സംസാരമില്ലേ, അതിനാണ് കോൺവെർസേഷൻ എന്ന് പറയുക. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ സംഭാഷണം. അപ്പോൾ ആ സംഭാഷണം നിങ്ങളോട് മുഴുവിപ്പിക്കാനാണ് പറയുന്നത്. മുഴുവിച്ചാൽ മാത്രം പോരാ, എന്താണ്? റോൾ പ്ലേ ചെയ്യണം. റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എത്ര പേരുണ്ട്? 2 പേരുണ്ട് അല്ലേ. ഒരാൾ അമ്മ റെക്കൂണാണ്, ഒന്ന് ചെസ്റ്റർ റെക്കൂണാണ്. അപ്പോൾ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരാൾ അമ്മ റെക്കൂണാവുക, ഏതെങ്കിലും ഒരാൾ ചെസ്റ്റർ റെക്കൂണാവുക. എന്നിട്ട് ഇവർ പറയുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അത് ഓരോരുത്തർ പറയുക. അമ്മ റെക്കൂണായിട്ട് അഭിനയിക്കുന്ന ആൾ എന്ത് പറയണം? റോൾ പ്ലേ ചെയ്യുന്ന ആൾ അമ്മ റെക്കൂണ് പറയുന്ന കാര്യങ്ങൾ പറയുക. ചെസ്റ്റർ റെക്കൂണായിട്ട് നിൽക്കുന്ന ആൾ ചെസ്റ്റർ പറയുന്ന കാര്യങ്ങളും പറയുക. ഓക്കെ, അപ്പോൾ അതിനെയാണ് റോൾ പ്ലേ എന്ന് പറയുക. ഇനി ചെസ്റ്റർ എന്താ പറയുന്നത്? മാ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമല്ല എന്നാണ് ആര് പറയുന്നത്? ചെസ്റ്റർ അമ്മയോട് പറയുന്നത്. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു കോൺവെർസേഷൻ ഫില്ല് ചെയ്യാം കേട്ടോ. ഈ ലൈൻസ് ഫില്ല് ചെയ്യാം. ഇപ്പം ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്താവും അമ്മ പറയുന്നുണ്ടാവുക? ബട്ട് വൈ ചെസ്റ്റർ? എന്തുകൊണ്ടാണ് ചെസ്റ്റർ നിനക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്തത്? ചെസ്റ്റർ എന്താ പറയുന്നത്? ഐ വാണ്ട് ടു സ്റ്റേ വിത്ത് യു മോം. എനിക്ക് അമ്മയുടെ കൂടെ ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? ബട്ട് യു ഹാവ് ടു ഗോ ടു സ്കൂൾ ലൈക്ക് അതർ കിഡ്സ്. പക്ഷേ ബാക്കിയുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന പോലെ നീയും സ്കൂളിൽ പോകണം. അപ്പോൾ ചെസ്റ്റർ എന്താ പറയുന്നത് അതിന് മറുപടിയായിട്ട്? ഐ വാണ്ട് ടു സ്റ്റേ അറ്റ് ഹോം ഇറ്റ് സെൽഫ്. എന്താണ് പറയുന്നത്? എനിക്ക് വീട്ടിൽ തന്നെ നിൽക്കാനാണ് ഇഷ്ടം അല്ലേ. അപ്പോൾ അമ്മ എന്താ അതിന് മറുപടി പറയുന്നത്? ഡോണ്ട് ബി സ്കേർഡ് ചെസ്റ്റർ, യു ക്യാൻ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ദർ. എന്താ പറയുന്നത്? ചെസ്റ്ററെ, നീ ഇങ്ങനെ ഭയപ്പെടല്ലേ, നിനക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പുതിയ കൂട്ടുകാരെ കിട്ടുമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നു. ചെസ്റ്റർ എന്താ പറയുന്നത്? ഐ ഹാവ് ഫ്രണ്ട്സ് ഹിയർ ടു. എനിക്ക് ഇവിടെയും ഫ്രണ്ട്സൊക്കെ ഉണ്ട് അല്ലേ. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ സ്കൂളിലൊന്നും പോകണ്ട എന്നാണ് ചെസ്റ്റർ പറയുന്നത്. ഇനി അമ്മ എന്താ പറയുന്നത്? ബി ബ്രേവ് ഡിയർ, ഐ വിൽ ടെൽ യു എ സീക്രട്ട്. നീ ഒന്ന് ബ്രേവ് ആയിട്ടിരിക്കുക അല്ലേ, നീ ഒന്ന് എന്താ പറയുക, ധൈര്യശാലിയായിട്ടിരിക്കുക. ഞാൻ നിനക്കൊരു സീക്രട്ട്, ഒരു രഹസ്യം പറഞ്ഞു തരാമെന്ന് അമ്മ പറയുന്നു. അപ്പോൾ ചെസ്റ്റർ എന്താ പറയുന്നത്? ടെൽ മീ മമ്മ, ഐ വോണ്ട് ടു നോ. അമ്മ എനിക്ക് പറഞ്ഞതാ, എന്താണ് ആ സീക്രട്ട്, എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? മദർ, ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. അതിന് പറയുന്നത് എന്താണ്? കിസ്സിങ് ഹാൻഡ് എന്നാണ് അതിൻ്റെ പേര്. കിസ്സിങ് ഹാൻഡിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന രീതിയിൽ വേണമെങ്കിലും ഈ ഒരു സംഭാഷണം എഴുതാം. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി വരുന്നത് ആക്ടിവിറ്റി 6 ആണ്.
ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ സ്കൂൾ. അവിടെ താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുള്ള കണ്ടോ, ചെസ്റ്ററും അമ്മയും കൂടി സ്കൂളിലെ ഓഫീസിലേക്ക് എത്തി. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്, ഹിയർ ഈസ് വാട്ട് ഹി സീസ്. കണ്ടോ, ചെസ്റ്റർ ചുറ്റും നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? ഡിസ്ക്രൈബ് ഇറ്റ്. അവൻ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അതാ ഇവിടെ ഇത്രയും ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം. കണ്ടോ, എന്താണ് ഇവിടെ പ്രിൻസിപ്പളിനോട് അല്ലേ, ഹെഡ് മാസ്റ്ററാണ് ഇരിക്കുന്നത്. ഈ ഒരു ഇതിൽ കണ്ടോ ഹെഡ് മാസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഹെഡ് മാസ്റ്ററാണ് ഇരിക്കുന്നത്. ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് കണ്ടോ ഒരു അറ്റൻഡൻറ്റ് നിൽക്കുന്നുണ്ട്. ഹെഡ് മാസ്റ്ററുടെ കയ്യിലൊരു പെന്നുണ്ട്. ഹെഡ് മാസ്റ്ററുടെ ടേബിളിൻ്റെ മുകളിൽ ബുക്ക് ഇരിക്കുന്നുണ്ട് അല്ലേ, ഒരു റിങ് ചെയ്യാനൊരു ബെല്ലിരിക്കുന്നുണ്ട്. ഇതാ ഇവിടെ കണ്ടോ 2 ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ട്. ഒരു ടീച്ചർ ബുക്ക് വായിക്കുകയാണ്. അവർ ടേബിളിൻ്റെ മുകളിൽ ബുക്സ് ഇരിക്കുന്നുണ്ട്. അവർ ടേബിളിൻ്റെ മുകളിൽ കമ്പ്യൂട്ടർ ഉണ്ട്. പിന്നെ എന്താ അതാ കണ്ടോ ഈ ഇപ്പുറത്ത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന രീതിയിൽ നമുക്ക് കാണാം. കണ്ടോ, പിന്നെന്താണ് ഇതാ വാളിൻ്റെ മുകളിൽ ക്ലോക്ക് ഉണ്ട്, കലണ്ടർ ഉണ്ട്, സ്കൂളിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ഫാനുണ്ട്, താഴെ നോക്കുകയാണെങ്കിൽ ഡസ്റ്റ്ബിൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ ആൻസർ നോക്കാം നമുക്ക്. ചെസ്റ്റർ സോ ദി ഹെഡ് മാസ്റ്റർ സിറ്റിംഗ് ഓൺ ഹിസ് ചെയർ ഇൻ ദ ഓഫീസ്. ഹെഡ് മാസ്റ്റർ തൻ്റെ സീറ്റിലിരിക്കുന്നത് കണ്ടു. ഹെഡ് മാസ്റ്റർ വാസ് ഹോൾഡിങ് എ പെൻ. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പെന്നുണ്ടായിരുന്നു. ദർ വാസ് എ ബുക്ക് ആൻഡ് ബെൽ ഓൺ ദ ടേബിൾ. അല്ലേ, ബുക്കും ഒരു ബെല്ലും ഇരുന്നിരുന്നു. ദർ വാസ് എ ഡസ്റ്റ്ബിൻ നിയർ ദ ടേബിൾ. ടേബിളിൻ്റെ അടുത്ത് തന്നെ ഒരു ചവറ്റുകൊട്ട ഉണ്ടായിരുന്നു. ആൻ അസിസ്റ്റൻറ്റ് വാസ് സ്റ്റാൻഡിങ് നിയർ ഹിം. അല്ലേ, പ്രിൻസിപ്പലിൻ്റെ ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് ഒരു അസിസ്റ്റൻറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. നെയിം ഓഫ് ദ സ്കൂൾ വാസ് റിട്ടൺ ഓൺ എ ബോർഡ്. ആ ചുമരിൻ്റെ മുകളിൽ ABC സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു. ദർ വാസ് എ ക്ലോക്ക് ഓൺ ദ വാൾ. വാളിൻ്റെ മുകളിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. 2 ടീച്ചേഴ്സ് വാസ് സിറ്റിംഗ് ദർ. 2 ടീച്ചേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. 1 ടീച്ചർ വാസ് റീഡിങ് എ ബുക്ക്. ടീച്ചർ ഒരു ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താണ്, ദർ വാസ് എ കമ്പ്യൂട്ടർ ഓൺ ദ ടേബിൾ. അവർ ടേബിളിൻ്റെ മുകളിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. എ ടീച്ചർ വാസ് ടേക്കിംഗ് ക്ലാസ് ഇൻ ദ നിയർ ബൈ റൂം. അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ പോയിൻറ്റ്സും എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഈ ലൈൻസിൽ എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണോ അത്രയും പോയിൻറ്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി 7ാമത്തെ ആക്ടിവിറ്റി ആണ്. ചെസ്റ്റർ കംസ് ടു ദ ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച്. ചെസ്റ്റർ ക്ലാസ്സിലേക്ക് വന്നിട്ട് മുമ്പിലത്തെ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ്. ടീച്ചർ വരുന്നുണ്ട്, ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട് എല്ലാവരുമായിട്ടും. ഷീ ആസ്ക്സ് ദ സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽഫ്. അപ്പോൾ ടീച്ചർ ആദ്യം പറയുന്നുണ്ട് ടീച്ചറുടെ പേര് ഇതാണ്, ടീച്ചറുടെ വീട് ഇവിടെയാണ്, ടീച്ചർ ഇവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുട്ടികളോട് പറയുന്നുണ്ട്, ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒന്ന് പറയുന്നുണ്ട്. ചെസ്റ്റർ സ്റ്റാൻഡ്സ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. ഹിയർ ഈസ് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ചെസ്റ്റർ എണീറ്റ് നിന്നിട്ട് എന്ത് പറയുന്നു? സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്താണ്? ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ എം ചെസ്റ്റർ റക്കൂൺ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ഞാനാണ് ചെസ്റ്റർ റക്കൂൺ. ഐ എം ഫ്രം ദ ഫോറസ്റ്റ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കാട്ടിൽ നിന്നാണ് വരുന്നത്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റക്കൂൺ, മൈ മദർ ഈസ് ചെൽസ റക്കൂൺ. എൻ്റെ അച്ഛൻ മിസ്റ്റർ റക്കൂൺ ആണ്, അമ്മയുടെ പേര് ചെൽസ റക്കൂൺ എന്നാണ്. ഐ ലവ് മൈ പാരൻസ്. അല്ലേ, എനിക്ക് എൻ്റെ പാരൻസിനെ വളരെയധികം ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ വളരെയധികം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. ഞാൻ ഇവിടെ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താ പറയുന്നത്? നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ക്ലാസ്. ഇനി നിങ്ങളെ ഒന്ന് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേ. ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? അതാണ് താഴെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം? ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് അല്ലേ, ചെസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വിഷ് ചെയ്തു. പേരെന്താണ്, നിങ്ങളുടെ പേരെന്താണെങ്കിൽ അവിടെ കൊടുക്കുക. ഐ ആം അനിക ആണെങ്കിൽ അനിക ഗോകുൽ ഫുൾ നെയിം കൊടുക്കുക. ഐ ആം വിവേക് ആണെങ്കിൽ വിവേക് കൊടുക്കുക. ഐ ആം ഫ്രം തൃശ്ശൂർ, നിങ്ങളുടെ സ്ഥലം ഏതാണ്? തൃശ്ശൂർ ആണെങ്കിൽ തൃശ്ശൂർ, എറണാകുളം ആണെങ്കിൽ എറണാകുളം അല്ലേ, കോട്ടയം ആണെങ്കിൽ കോട്ടയം കൊടുക്കുക. മൈ ഫാദേഴ്സ് നെയിം ഈസ്, നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ്? അത് കൊടുക്കുക. മൈ മദേഴ്സ് നെയിം ഈസ്, കണ്ടോ, മൈ മദേഴ്സ് നെയിം ഈസ്, അമ്മയുടെ പേരെന്താണ്? അവിടെ എഴുതുക. ഐ ലവ് മൈ പാരൻസ്, എനിക്ക് എൻ്റെ പാരൻസിനെ വളരെയധികം ഇഷ്ടമാണ്. ഐ ലൈക്ക് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്, എന്താണ്? എനിക്ക് ഡ്രോ ചെയ്യാനും വരയ്ക്കാനും അതുപോലെ തന്നെ കളറടിക്കാനും വളരെയധികം ഇഷ്ടമാണ്. ഐ വുഡ് ലൈക്ക് ടു ലേൺ ന്യൂ തിങ്സ് ആൻഡ് മേക്ക് ന്യൂ ഫ്രണ്ട്സ്. എന്താ പറയുന്നത്? എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ സ്കൂളിലേക്ക് വന്നത്. ഇനി എന്താണ്? നിങ്ങൾക്ക് സിസ്റ്ററോ ബ്രദറോ ഉണ്ടെങ്കിൽ അവരുടെ കാര്യമൊക്കെ പറയാം. അവരുടെ പേരെന്താണെങ്കിൽ അതും കൂടി വേണമെങ്കിൽ പറയാം. ഈ രീതിയിലാണ് നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യേണ്ടത്. ഇനി അടുത്തത് 8ാമത്തെ ആക്ടിവിറ്റി ആണ്. വെൻ ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ
father reached school, they happened to see a notice board. ചെസ്റ്ററും അവൻ്റെ അമ്മയും സ്കൂളിൽ എത്തിയപ്പോൾ എന്താണ്, അവരൊരു നോട്ടീസ് ബോർഡ് കണ്ടല്ലേ. എന്താ അവിടെ എഴുതിയിട്ടുള്ളത്? ഡൂസ് ആൻഡ് ഡോൺസ്. ഡൂസ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടുന്ന കാര്യങ്ങൾ, ഡോൺസ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ. എന്താണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി, എല്ലാ ദിവസവും സ്കൂളിൽ വരണം. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ, ടീച്ചർ പറയുന്നത് കേൾക്കണം. അസൈൻമെൻറ്റ്സ്, കംപ്ലീറ്റ് അസൈൻമെൻറ്റ്സ് ഇൻ ടൈം, നിങ്ങൾക്ക് തരുന്ന വർക്കുകൾ കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യണം, അവിടെ കൊണ്ടു കൊടുക്കണം. റീച്ച് സ്കൂൾ ഇൻ ടൈം, അല്ലേ, സ്കൂളിൽ കറക്റ്റ് സമയത്ത് എത്തണം. കീപ് ദ സ്കൂൾ ക്ലീൻ, സ്കൂളും നിങ്ങളുടെ ക്ലാസ് റൂമും ഒക്കെ ഏറ്റവും വൃത്തിയുള്ള രീതിയിൽ സൂക്ഷിക്കുക. ഇനി ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ? ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി, രാവിലെ സ്കൂളിൽ വന്നാൽ എന്തായാലും അസംബ്ലി അറ്റൻഡ് ചെയ്തിരിക്കണം. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺ, സ്കൂളിലേക്ക് ഫോൺ അലൗഡ് അല്ല, കൊണ്ടുപോകരുത്. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്, തെറ്റായ രീതിയിലുള്ള സംസാരങ്ങളൊന്നും പാടില്ല. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി, സ്കൂളിലെ ഒരു സാധനങ്ങളും നിങ്ങൾ നാശമാക്കരുത്. ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രിമിസസ്, ഡോണ്ട് ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ലിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചവറിടില്ലേ, നമ്മളെന്താണ് ഇപ്പോൾ മിഠായി കഴിച്ചാൽ മിഠായിയുടെ വേസ്റ്റ് അല്ലേ, മിഠായിയുടെ കവറ് നമ്മൾ ചിലപ്പോൾ കോമ്പൗണ്ടിലിടും, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിലത്തിടും അല്ലേ. പെന്നൊക്കെ ചെത്തിക്കഴിഞ്ഞാൽ, പെൻസിലൊക്കെ ചെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് നമ്മൾ ഡസ്റ്റ്ബിന്നിലിടാണ്ട് അവിടെ ഇവിടെ ഇടും. അപ്പോൾ എന്താണ്, സ്കൂൾ പ്രിമിസസിൽ ലിറ്റർ ചെയ്യരുത്, അവിടെ അങ്ങിങ്ങായിട്ട് അലക്ഷ്യമായിട്ട് സാധനങ്ങൾ എറിയരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഈസ് ഓൺ ലീവ്, നിങ്ങളുടെ സ്കൂളിൽ ഒരു ടീച്ചർ ലീവാണ്, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചർ ലീവാണ്. റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ടീച്ചർ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ എന്താണ്, ആ പീരീഡിലെ ടീച്ചർമാർ ആരും തന്നെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യാൻ പാടുന്ന കാര്യങ്ങൾ ഡൂസിൽ എഴുതുക, ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ ഏതിലെഴുതുക? ഡോൺസിലെഴുതുക. അപ്പോൾ നമുക്ക് ഡൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റി, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലവർ ഉണ്ടാക്കിയോ അങ്ങനെയുള്ള രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാം. കംപ്ലീറ്റ് യുവർ നോട്ട്സ്, നിങ്ങളുടെ നോട്ട്സ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ടീച്ചറില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെ, എഴുതി തീർക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഡു ഹോം വർക്ക്, നിങ്ങൾക്ക് ടീച്ചർമാർ ഏതെങ്കിലും ഹോം വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ പീരീഡിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. റീഡ് ബുക്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകം വായിക്കാം. സ്റ്റഡി നോട്ട്സ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള നോട്ട്സ് അത് വായിക്കാം. കണ്ടക്ട് ക്വിസ് അല്ലേ, ക്വിസ് പരിപാടികളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏർപ്പെടാം. ഡു റോൾ പ്ലേ അല്ലേ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു റോൾ പ്ലേ എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഒരാൾ മദർ ചെസ്റ്ററും ഒരാൾ ചെസ്റ്റർ റെക്കോണുമായിട്ട് ആ രീതിയിൽ സംഭാഷണങ്ങൾ നിങ്ങൾക്ക് പറയാം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഡോൺസ് എന്തൊക്കെയാ? ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്, ഒരിക്കലും മറ്റുള്ള ക്ലാസ്സുകാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്. ഡോണ്ട് ഷൗട്ട്, ഉച്ചത്തിൽ സംസാരിക്കരുത്. ഡോണ്ട് ഗോ ഔട്ട് ഓഫ് ദ ക്ലാസ്, ഒരിക്കലും ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോവാതിരിക്കുക. ഡോണ്ട് ഫൈറ്റ്, ടീച്ചറില്ലെങ്കിൽ എന്താണ് ആകെ അടിയും ബഹളാവും അല്ലേ, അപ്പോൾ അത് ചെയ്യരുത്. ഡോണ്ട് ബ്രേക്ക് എനിത്തിങ്, ക്ലാസ്സിൽ പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ, അപ്പോൾ അതൊന്നും ഒരിക്കലും നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക. ഡോണ്ട് ത്രോ തിങ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ എറിയോ, വേസ്റ്റുകൾ അങ്ങോട്ട് എറിയോ, വേസ്റ്റുകളൊക്കെ എറിയോ, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ആക്ടിവിറ്റി 9 റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. നമ്മുടെ കഥയിൽ കുറച്ച് വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചില വേർഡ്സിൻ്റെ അടിയിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നോക്കാൻ പറയുന്നത്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിനോട് കൂടെ എന്നുള്ള രീതിയിൽ കണ്ടോ. വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ കൂടെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഐ വാണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ്, എന്താണ്, എനിക്ക് ഊഞ്ഞാലിൻ്റെ മുകളിൽ അല്ലേ. ഓൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്ന അർത്ഥം എന്താണ്, ഊഞ്ഞാലിൻ്റെ മുകളിൽ എനിക്ക് ആടണം അല്ലേ. ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ടേബിളിൻ്റെ മുകളിൽ അല്ലേ. അപ്പോൾ ഓൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്, അതിൻ്റെ മുകളിൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, എന്താണ്, എനിക്ക് സ്കൂളിലേക്ക് പോകാൻ. ടു സ്കൂൾ, എങ്ങോട്ട് പോകാനാ, ടു സ്കൂൾ, ടു ഹോം, അങ്ങനെയൊക്കെ പറയാനാണ് ടു എന്ന വേർഡ് യൂസ് ചെയ്യുക. എനിക്ക് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദർ കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്, അവൻ്റെ കൈകളിൽ നിന്നും അല്ലേ, എവിടെ നിന്നാണ് ആ ഉമ്മ അവൻ്റെ ശരീരത്തിലേക്ക് കയറുന്നത് പോലെ തോന്നിയത്, ഫ്രം ഹിസ് ഹാൻഡ് അല്ലേ, അവൻ്റെ കൈകളിൽ നിന്നും അല്ലേ. അപ്പോൾ അതിനാണ് ഫ്രം എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നിന്ന് അല്ലേ.
ഐ ആം കമ്മിങ് ഫ്രം ദ പാർക്ക്. എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ? ഞാൻ പാർക്കിൽ നിന്നാണ് വരുന്നത്. എന്താണ്? പിക്ക് ഔട്ട് ഫ്യൂ സിമിലർ സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ബിലോ. അപ്പോൾ ഇതുപോലെയുള്ള സെന്റൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. അവിടെ എന്ത് യൂസ് ചെയ്തു? ടു യൂസ് ചെയ്തു അല്ലേ? അത് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ ടു യൂസ് ചെയ്തിരിക്കുന്ന പല സെന്റൻസുകളുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. പിന്നെ എന്താ ഇവിടെ വിത്ത് യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടോ. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ നിന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. അമ്മയിൽ നിന്നാണ് അല്ലേ? അമ്മയിൽ നിന്നാണ് ഞാനത് പഠിച്ചത് എന്ന് പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ എഴുതാം. പിന്നെന്താണ്? whenever you feel lonely and need a little love. എവിടെയാണ്? ഫ്രം ഹോം. വീട്ടിൽ നിന്ന് കുറച്ച് സ്നേഹം നിനക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഫ്രം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എഴുതാം. ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്. ഈ ലൈൻ വേണമെങ്കിൽ എഴുതാം. കണ്ട. പിന്നെന്താണ്? വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ്. അത് വേണമെങ്കിൽ എഴുതാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് ഈ വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസസ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ലൈൻസിലാണ് നിങ്ങൾ ഓരോ കണ്ടോ, ഇവിടെ ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഓരോ സെൻറ്റൻസുകളും നിങ്ങൾ എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി 10 ആണ്. ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റെക്കൂൺ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. ചെസ്റ്റർ റെക്കൂണും അവൻ്റെ ക്ലാസ് ടീച്ചറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, സംഭാഷണം അവരുടെ ആ ടോക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റീഡ് ആൻഡ് സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ്. ഇവിടെ ചില വേർഡ്സ് മിസ്സിംഗ് ആണ് കണ്ടോ, അത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വായിച്ചു നോക്കാം. ടീച്ചർ ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം. ടീച്ചർ എന്താ പറയുന്നത്? ഗുഡ് മോർണിംഗ്, നിനക്ക് നിൻ്റെ പേരൊന്ന് പറയാമോ? നീ നിൻ്റെ പേരൊന്ന് പറഞ്ഞു തരുമോ? ചെസ്റ്റർ എന്താ പറയുന്നത്? ഗുഡ് മോർണിംഗ് ടീച്ചർ. ചെസ്റ്റർ തിരിച്ചും വിഷ് ചെയ്തു. എന്നിട്ട് എന്താ പറയുന്നത്? ഐ ആം ചെസ്റ്റർ റക്കൂൺ. ഞാൻ ചെസ്റ്റർ റക്കൂൺ ആണ്, എൻ്റെ പേര് ഇതാണ് എന്ന് പറയുന്നു. ടീച്ചർ എന്താ ചോദിക്കുന്നത്? വേർ ആർ യു ഫ്രം. നീ എവിടെ നിന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ ചെസ്റ്റർ എന്താ പറയുന്നത്? ഐ ആം. എവിടെയാണ്? ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. FROM. ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. കണ്ടോ, അതാണ് ആദ്യത്തെ ബ്ലാങ്ക്സിൽ എഴുതേണ്ടത്. ഇനി ടീച്ചർ ഇറ്റ്സ് എ നൈസ് പ്ലേസ്. അപ്പം ഞാൻ കാട്ടിൽ നിന്നാണ് വരുന്നത്, അത് നല്ലൊരു സ്ഥലമാണെന്ന് ചെസ്റ്റർ പറയുന്നു. ഇനി ടീച്ചർ എന്താ പറയുന്നത്? വെൽ വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു ഡാഷ് ദ ഫോറസ്റ്റ്. അപ്പോൾ നിനക്ക് അവിടെ എന്ത് ചെയ്യാനാണ് ഇഷ്ടം? കാട്ടിൽ. അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടി നമ്മളിവിടെ എന്താ ഉപയോഗിക്കുക? IN. അപ്പോൾ വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു ഇൻ ദ ഫോറസ്റ്റ്. ഓക്കെ. ഇനി ചെസ്റ്റർ ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ തണൽ, ട്രീ എന്ന് പറഞ്ഞാൽ മരം. അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ മരത്തണലിൽ കളിക്കാനാണ് ഇഷ്ടം. ടീച്ചർ ദാറ്റ് മസ്റ്റ് ബി ഫൺ. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്. അത് വളരെ ഫൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു രസമായിരിക്കുമല്ലോ, നിനക്ക് ഏത് ഗെയിമാണ് ഇഷ്ടം എന്നാണ് ചോദിക്കുന്നത്. ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് ഡാഷ് മൈ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനാണ് ഇഷ്ടം എന്ന് പറയാൻ എന്താ യൂസ് ചെയ്യുക? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വിത്ത്. WITH, വിത്ത്. കണ്ടോ, ഐ ലൈക്ക് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. ടീച്ചർ ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ വെൻ വിൽ യു ഗോ ഡാഷ് യുവർ ഹൗസ്. ഹൈഡ് ആൻഡ് സീക്ക് ആണോ? അത് വളരെ നല്ലതാണല്ലോ. വെൻ വിൽ യു ഗോ, നീ എപ്പോഴാണ് എവിടേക്ക് പോകുന്നത്? വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് ടു യുവർ ഹൗസ്, TO2 കേട്ടോ. പിന്നെ ചെസ്റ്റർ എന്താ പറയുന്നത്? വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. ടീച്ചർ എന്താ പറയുന്നത്? ഓക്കെ താങ്ക്സ്, വി വിൽ മീറ്റ് അഗെയിൻ. ശരി എന്നാ, നമുക്ക് ഇനിയും കാണാമെന്ന് പറഞ്ഞ് ടീച്ചർ പോവുകയാണ്. അപ്പോൾ ഇതാണ് എഴുതേണ്ടത്. ആദ്യത്തെ ഡാഷിൽ ഫ്രം ആണ്, രണ്ടാമത്തേൽ വരുന്നത് ഇന്നാണ്, മൂന്നാമത്തതിൽ വിത്താണ്, നാലാമത്തതിൽ ടു ആണ്. ഓക്കെ. ഇനി ആക്ടിവിറ്റി 11 ആണ്. The following is the diary entry of Ainu. There are some errors in it. Read and edit it. ഐനുവിൻ്റെ ഡയറി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് തെറ്റുകളുണ്ട് ഈ അണ്ടർലൈൻ ചെയ്തതിൽ. അത് കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ആദ്യം ഇവിടെ I കൊടുത്തിട്ടുണ്ട്. I എന്താണ്? നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലാണ് I എഴുതേണ്ടത് അല്ലേ? ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. അപ്പോൾ ഇത് തെറ്റാണ്. I എഴുതുക. ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ. ഞാൻ സ്റ്റോറിൻ്റെ കൂടെയാണോ പോയത്? അല്ല, സ്റ്റോറിലേക്ക്. അപ്പോൾ ഐ വെൻറ്റ് ടു എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. ഐ സോ എ ബിഗ് ഓറഞ്ച് ഡാഷ് ദ ഷെൽഫ്. ടു ദ ഷെൽഫ് അല്ല, എവിടെയാണ്? ഷെൽഫിൻ്റെ ഉള്ളിൽ, ഇൻ ദ ഷെൽഫ്. അപ്പോൾ IN, ഇൻ ദ, എന്തെഴുതും നിങ്ങൾ? IN, ഇൻ ദ ഷെൽഫ്. ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. ഞാൻ കുറച്ച് ഓറഞ്ച് കണ്ടു, ഞാൻ എന്ത് തീരുമാനിച്ചു? അത് മേടിക്കാൻ തീരുമാനിച്ചു.
ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദാറ്റ് സ്റ്റോർ. സ്റ്റോറിൻ്റെ മുകളിലാണോ ഫ്രണ്ട് നിൽക്കുന്നത്? അല്ല. അപ്പോൾ ഓൺ അല്ല, എന്താണ്? ഐ മെറ്റ് മൈ ഫ്രണ്ട് ഇൻ ദാറ്റ് സ്റ്റോർ. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ്. കണ്ടോ, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ എം എങ്ങനെ തുടങ്ങണം? നമ്മളത് ക്യാപിറ്റൽ ലെറ്ററിലാണ്, അതായത് എം. കണ്ടോ, ഇങ്ങനെയാണ് എം എഴുതേണ്ടത്, MY. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പാർക്ക്. ബൈ ദ പാർക്കാണോ? അല്ല, പാർക്കിലേക്ക് പോവാനാണ് ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ എന്താണ്? TO, ടു. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ടു ദ പാർക്ക് ആൻഡ് ഐ വെൻറ്റ് ഫ്രം ഹെർ. ഫ്രം ഹെർ ആണോ? അല്ല, ഫ്രണ്ടിനോട് കൂടെ പോയി എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്? ഇവിടെ യൂസ് ചെയ്യേണ്ട ടേം ആണ് WITH. ഐ വെൻറ്റ് വിത്ത് ഹെർ. ഓക്കെ, പിന്നെന്താണ്? ജസ്റ്റ് ഞാനിതൊന്ന് മായ്ക്കട്ടെ. ഓക്കെ, താഴത്ത് നോക്കാം നമുക്ക്. വി സാറ്റ് അറ്റ് ദ ബെഞ്ച്. ഇവിടെ എന്താണ്? ഒരു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ എന്ത് യൂസ് ചെയ്യണം? W നമ്മൾ വലിയ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. വി സാറ്റ് അറ്റ് ദ ബെഞ്ച്. ബെഞ്ചിൽ ഇരുന്നു എന്ന് പറയണമെങ്കിൽ എന്താണ്? ബെഞ്ചിൻ്റെ മുകളിൽ ഇരുന്നു എന്ന് പറയണമെങ്കിൽ ON. ON. അപ്പോൾ വി സാറ്റ് ഓൺ ദ ബെഞ്ച് ആൻഡ് എയ്റ്റ് ഓറഞ്ച് ടുഗെദർ. പിന്നെ എന്താണ്? അതാ ഇവിടെ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ PI ഇതാണോ വരിക? അല്ല, വലിയ I ആണ് എഴുതേണ്ടത്. ഐ ന്യൂ ദ ഓറഞ്ച് പീൽ. ഐ ത്രൂ ദ ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ്. ഞാൻ ആ ഓറഞ്ച് പീൽ എവിടേക്ക് എറിഞ്ഞു എന്ന് പറയുന്നത്? അവർ പാർക്കിലിരുന്ന് ഓറഞ്ച് കഴിച്ചു. എന്നിട്ട് ഓറഞ്ചിൻ്റെ പീൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലി. ഐ ത്രൂ ദ ഓറഞ്ച് പീൽ ഇൻ ദ ഗാർബേജ്. ഓക്കെ, അങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി 12 ആണ്. റീഡ് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻടു 2. ഇവിടെ സ്റ്റോറിയിൽ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, ഇവിടെ യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. ഇവിടെ അമ്മ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? നിനക്ക് നിൻ്റെ പുതിയ കൂട്ടുകാരുടെ കൂടെ കളിക്കാം, ആൻഡ് അതും പോരാഞ്ഞ് എന്താണ്? പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിനക്ക് ചെയ്യാം അല്ലേ? ടോയ്സ് കൊണ്ട് കളിക്കുകയും ചെയ്യാം, പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ്? ഇത് രണ്ട് സെൻറ്റൻസ് ആണ് അല്ലേ? ഈ ആൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡാണ് ഈ സെൻറ്റൻസിനെ യോജിപ്പിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ രണ്ട് സെൻറ്റൻസ് ആക്കാം? കണ്ടോ, ഇപ്പം ഞാനിവിടെ ഡിവൈഡ് ചെയ്തില്ലേ, ഇതാണ് സെൻറ്റൻസ്. നമുക്ക് നോക്കാം. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്. ഇവിടം വരെ ഒരു സെൻറ്റൻസ് ആണ്. പിന്നെ ഇവിടം തൊട്ടോ പിന്നെ എന്ത് പറയാം? യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. ഈ സ്റ്റാർട്ട് തന്നെ എടുത്ത് ഇവിടെ വെച്ചാൽ മതി. കണ്ടോ, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ് അങ്ങനെ പറയാം. ഇനി അടുത്തത്, യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ദ ന്യൂ സിങ്. അപ്പോൾ ആൻഡ് എവിടെയാണോ അതിൻ്റെ തൊട്ട് മുമ്പിൽ വെച്ച് നമ്മൾ ആ സെൻറ്റൻസ് കട്ട് ചെയ്യും. കണ്ടോ, ഇങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുക? ആദ്യത്തെ ലൈൻ എന്താ? യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്. അതാണ് ആദ്യത്തെ സെൻറ്റൻസ് വരുന്നത്. രണ്ടാമത്തെയോ? ഈ ഒരു ഭാഗം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. എന്താണ്? യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെ എന്താ? ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. ചെസ്റ്ററിൻ്റെ കൈ എടുക്കുന്നു അല്ലേ? ആൻഡിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ ഷീ ചെസ്റ്റേഴ്സ് ഹാൻഡ്. അതാണ് ആദ്യത്തെ സെൻറ്റൻസ്. രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്? ഷീ മാത്രം എടുക്കുക. ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. ഓക്കെ, അതെഴുതാം. അപ്പോൾ അങ്ങനെയാണ് സെൻറ്റൻസ് വരുന്നത്. ഇനി അടുത്തത് എന്താ? റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസ്. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അതിൽ സെൻറ്റൻസ് നിങ്ങളോട് സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എ ക്യൂരിയസ് റെക്കൂൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ്. ഒരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു റെക്കൂണ് വുഡ്സിൽ, കാടുകളിൽ ജീവിച്ചിരുന്നു. ആൻഡ് ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. ആ റെക്കൂണിന് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താൻ വളരെയധികം ഇഷ്ടമായിരുന്നു. വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജെക്റ്റ് ആൻഡ് ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ഡെൻ. ഒരു ദിവസം ഒരു വളരെ തിളങ്ങുന്ന ഒരു സാധനം അത് കണ്ടു അല്ലേ? ആ റെക്കൂണ് കണ്ടു. അപ്പോൾ എന്ത് വിചാരിച്ചു? റെക്കൂണിന് ആ തിളങ്ങുന്ന ആ ഒരു സാധനം അവളുടെ കൂടെ എടുത്തിട്ട് അവളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഓക്കെ, കോസി എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ. ഇറ്റ് പ്ലേസ് ദ ഒബ്ജെക്റ്റ് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ് ആൻഡ് സ്റ്റേർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. എന്ത് ചെയ്തു? ആ തിളങ്ങുന്ന ആ ഒരു സാധനം എടുത്തിട്ട് ഒരു ലീവ്സ്, ഇലകൾ കൊണ്ട് ഒരു മെത്ത പോലെ ഉണ്ടാക്കിയിട്ട് അല്ലെ, ഒരു കിടക്ക പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ആ തിളങ്ങുന്ന ആ വസ്തു വെച്ചു. എന്നിട്ട് എന്താണ്? ആൻഡ് സ്റ്റേർഡ് ഇറ്റ്. സ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ഉറ്റു നോക്കുക എന്ന് പറയില്ലേ, അതിനെയാണ് സ്റ്റേർഡ് എന്ന് പറയുക. അതിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു, വണ്ടർ അടിച്ചുകൊണ്ട് അല്ലേ.
അമേസ്ഡ് ആയിക്കൊണ്ട് ആകാംക്ഷ നിറഞ്ഞുകൊണ്ട്. ദ റെക്കോൺസ് ഐ സ്പാർക്കിൾഡ് ആൻഡ് ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. അപ്പോൾ അതിൽ നോക്കിയിരിക്കുമ്പോൾ എന്താണ്, റെക്കൂണിൻ്റെ ഐസ്, ആ റെക്കൂണിൻ്റെ കണ്ണുകൾ ഇങ്ങനെ സ്പാർക്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു, തിളങ്ങുന്നുണ്ടായിരുന്നു. അവളൊരു പുതിയ ടോയ് ആണ് ഇപ്പോൾ ഡിസ്കവർ ചെയ്തത്, കണ്ടെത്തിയത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്കത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി 13ാമത്തെ ആക്ടിവിറ്റിയാണ് എന്താണ്, ക്രോസ് വേർഡ് പസിലാണ്. ക്രോസ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെയാണ് ക്രോസ് വേർഡ് എന്ന് പറയുക. അപ്പോൾ അത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ആദ്യത്തെ എന്താണ്, എക്രോസ്. മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് SWING സ്വിങ് ആണ് എഴുതേണ്ടത്. ഇനി ടു റൺ ഓർ മൂവ് ക്വിക്ക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്പ്, ചെറിയ സ്റ്റെപ്സുമായിട്ട് മൂവ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയാം, എത്രാമത്തെയാണത്, 5ാമത്തെയാണ്. അപ്പോൾ 5ാമത്തേതിൽ എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലേ. അപ്പോൾ ഇത് SCAMPER, സ്കാമ്പർ. ഇനി ഏറ്റവും ലാസ്റ്റ് എന്താ, 7ാമത്തെ, ഗിവ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീയിങ്. 4 ലെറ്ററാണുള്ളത്, നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞു സ്കോസി, COSY. ഡൗൺ, ടു കവർ ഓർ എൻക്ലോസ് ഇൻ എ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ. ഒരു സാധനത്തിന് പൊതിയുന്നതിനെ നമ്മൾ എന്താ പറയുക, ടു ഡൗൺ ആണ്. പൊതിയുന്നതിനെ നമ്മൾ പറയുന്നത് റാപ്പ് എന്നാണ്, WRAP കേട്ടോ. WR ആണത്, RAP, റാപ്പ്. ഇനി റബ് സംതിങ് ജെന്റ്ലി വിത്ത് ദ നോസ് ആസ് ഇഫ് ടു ഷോ എഫെക്ഷൻ. സ്നേഹം കാണിക്കാൻ വേണ്ടി മൂക്കുകൊണ്ട് ഇങ്ങനെ തടവുന്നതിനെ നമ്മൾ എന്ത് പറയും, നമുക്കറിയാം. അതിനെ പറയുന്നത് UZZLE, നസിൽ. Z എന്നാണ് പറയുക, Z എന്നല്ല പറയുക, ZZ എന്നാണ് പറയുക കേട്ടോ. പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണ് വരുന്നത്. ഇനി ഫ്രൈറ്റനിങ്, കോസിങ് ഫിയർ, 5 ലെറ്ററാണ്. 4ാമത്തെ താഴത്തേക്ക് പേടി തോന്നുന്നതിന് നമ്മൾ പറയുക സ്കെയറി, SCARY, സ്കെയറി. 6ാമത്തെ, an object that is made for a child to play with, കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനം എന്താണ്, TOY, ടോയ്. ഇങ്ങനെയാണ് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പാഠഭാഗത്തുള്ള വേർഡ്സ് തന്നെയാണ്, പുതിയതായിട്ട് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലെസണിലെ ആക്ടിവിറ്റീസ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്